എക്കണോമിക്സ് മോഡൽ എക്സാമിൻ്റെ ആൻസർ കീയാണ് ചെയ്യുന്നത്. എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇത് വീണ്ടും നമ്മളെ കുഴപ്പിക്കുന്ന തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും തന്നെ അധികം ഇല്ലായിരുന്നു. കൂടുതലും ഇൻഡയറക്റ്റ് ആയിട്ട് നമുക്ക് മനസ്സിലാകാത്ത വിധത്തിൽ എന്നാൽ നമ്മൾ പഠിച്ച ഭാഗങ്ങളിലൂടെയൊക്കെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് വൺ വേർഡുകളുടെ ആൻസർ കീ ഒന്ന് നോക്കാം. എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഉൽപ്പാദന ചെലവ് കുറയ്ക്കുന്നതിനു വേണ്ടി ഒരു വസ്ത്രനിർമ്മാണശാല 50 തൊഴിലാളികൾക്ക് പകരമായി കുറച്ച് മെഷീനുകൾ സ്ഥാപിക്കുന്നു. ഈ പ്രസ്താവനയിൽ ഒരു സമ്പദ്ഘടനയുടെ ഏത് അടിസ്ഥാന സാമ്പത്തിക പ്രശ്നമാണ് പരിഗണിക്കപ്പെടുന്നത്? എ ഗാർമെൻറ്റ് ഫാക്ടറി റിപ്ലേസസ് 50 വർക്കേഴ്സ് വിത്ത് സം മെഷീൻസ് ടു റിഡ്യൂസ് ദ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. വിച്ച് സെൻട്രൽ പ്രോബ്ലം ഓഫ് ആൻ എക്കോണമി ഈസ് ബീങ് ആഡഡ് ഇൻ ദ സ്റ്റേറ്റ്മെൻറ്റ്? ഏതാണ് ഉത്തരം വരുന്നത്? എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം, ഹൗ ടു പ്രൊഡ്യൂസ് ആണ് ഉത്തരം വരുന്നത്. രണ്ടാമത്തെ ചോദ്യം, ചുവടെ നൽകിയിട്ടുള്ള ചെലവ് വക്രങ്ങളിൽ റെക്റ്റാങ്കുലർ ഹൈപ്പർബോള ഏതാണ്? വിച്ച് ഓഫ് ദ ഫോളോവിങ് കോസ്റ്റ് കർവ് ഈസ് എ റെക്റ്റാങ്കുലർ ഹൈപ്പർബോള? ഏതാണ്? ശരാശരി സ്ഥിരം ചെലവാണ്, അതായത് ആവറേജ് ഫിക്സ്ഡ് കോസ്റ്റ്. മൂന്നാമത്തേത് ഒരു ഡയഗ്രാം തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ചുവടെ നൽകിയിരിക്കുന്ന ചിത്രത്തിൽ നിന്നും പൂർണ്ണ മത്സര കമ്പോളത്തിലെ ഒരു ഉൽപ്പാദക യൂണിറ്റിൻ്റെ ഹ്രസ്വകാല പ്രധാന വക്രം തിരിച്ചറിഞ്ഞ് എഴുതുക. ഐഡൻറ്റിഫൈ ദ ഷോർട്ട് റൺ സപ്ലൈ കർവ് ഓഫ് എ ഫേം അണ്ടർ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ഫ്രം ദ ഫോളോവിങ് ഡയഗ്രാം. ഏതാണ് ഉത്തരം വരുന്നത്? എ മുതൽ സി വരെയുള്ള SMCയുടെ ഭാഗം, പോർഷൻ ഓഫ് SMC ഫ്രം A to C ആണ് ഉത്തരം. അടുത്ത ചോദ്യം, കമ്പോള ചോദനം കമ്പോള പ്രധാനത്തിന് തുല്യമാകുന്ന അവസ്ഥയാണ്. ദ സിറ്റുവേഷൻ വെയർ മാർക്കറ്റ് സപ്ലൈ ഈക്വൽസ് മാർക്കറ്റ് ഡിമാൻഡ് ഈസ് കോൾഡ് കമ്പോള സന്തുലിതാവസ്ഥ, മാർക്കറ്റ് ഇക്വിലിബ്രിയം. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, ഉപഭോഗവുമായി ബന്ധപ്പെട്ട് സ്വയം തീരുമാനമെടുക്കുന്ന വ്യക്തിഗത യൂണിറ്റാണ് an individual unit who takes decision relating to its own consumption is household, ഗാർഹിക യൂണിറ്റ്. ആറാമത്തെ ചോദ്യം, ഒരു ചെരുപ്പ് നിർമ്മാണശാല ചെരുപ്പ് ഉൽപ്പാദിപ്പിക്കാൻ ഉപയോഗിച്ച സംസ്കരിച്ച തുകൽ താഴെ നൽകിയിരിക്കുന്നവരിൽ ഏതിനുള്ള ഉദാഹരണമാണ്? പ്രോസസ്ഡ് ലെതർ യൂസ്ഡ് ബൈ എ ഷൂ ഫാക്ടറി ടു മേക്ക് ഫുട്വെയർ is an example of intermediate goods, മധ്യമ വസ്തു. ഏഴാമത്തെ ചോദ്യം, ഒരു കർഷകൻ തൻ്റെ കൃഷിയിടത്തിൽ ഉൽപ്പാദിപ്പിച്ച കുരുമുളക് വിറ്റഴിച്ച് കിട്ടിയ 10,000 രൂപ ഭാവി ഉപയോഗത്തിനെ ബാങ്കിൽ നിക്ഷേപിക്കുന്നു. പണത്തിൻ്റെ ഏത് ധർമ്മമാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്? ഏതാണ്? മൂല്യശേഖരം, സ്റ്റോർ ഓഫ് വാല്യൂ ആണ്. എട്ടാമത്തെ ക്വസ്റ്റ്യൻ, താഴെ തന്നിട്ടുള്ളവയിൽ വാണിജ്യ ബാങ്കിൻ്റെ ധർമ്മം ഏത്? വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്ക്സ്? ഏതാണ്? നിക്ഷേപങ്ങൾ സ്വീകരിക്കൽ, അസെപ്റ്റിംഗ് ഡെപ്പോസിറ്റ്സ് ആണ് ഉത്തരം വരുന്നത്. അടുത്തത്, തന്നിട്ടുള്ള ഉപഭോഗധർമ്മ സമവാക്യത്തിൽ C = C ബാർ പ്ലസ് CY C ബാർ സൂചിപ്പിക്കുന്നത് എന്താണ് സൂചിപ്പിക്കുന്നത്? ഓട്ടോണമസ് കൺസെപ്ഷൻ, സ്വതന്ത്ര ഉപഭോഗമാണ് സൂചിപ്പിക്കുന്നത്. പത്താമത്തെ ചോദ്യം, ഇതൊക്കെ തന്നെ നമുക്ക് ചെറിയൊരു സംശയം തോന്നിപ്പിക്കുന്ന വിധത്തിലുള്ള ചോദ്യങ്ങളാണ്. കാനഡയിലെ ഒരു സർവകലാശാലയിലേക്ക് ഫീസ് അടയ്ക്കുന്ന വിദ്യാർത്ഥിയുടെ ഇടപാട് ബാലൻസ് ഓഫ് പേയ്മെൻറ്റിലെ ഏത് അക്കൗണ്ടിലാണ് രേഖപ്പെടുന്നത്? A student from India paying fees to a university in Canada will be recorded in which account of balance of payment? ഏതാണ്? കറൻറ്റ് അക്കൗണ്ടിലാണ് വരുന്നത്. അപ്പം നമ്മുടെ മോഡൽ എക്സാം ഒക്കെ കഴിഞ്ഞു +2. ഇനി നമുക്ക് എന്താണ് വേണ്ടത്? വീണ്ടും നമ്മൾ +2ൽ കാര്യങ്ങൾ പഠിക്കണം, ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്ക് മനസ്സിലാക്കണം. എക്കണോമിക്സ് ഒക്കെ തന്നെ നമ്മൾ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്ക് വെച്ച് പഠിച്ചാലും നമുക്ക് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ മനസ്സിലാവില്ല. കാരണം ഇതിൽ പലതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടാകും, പക്ഷേ ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഉത്തരം എഴുതാൻ പറ്റാതെ അവസ്ഥ വരും. അപ്പോൾ എക്കണോമിക്സിൻ്റെ കാര്യം പ്രത്യേകം എടുത്ത് പറഞ്ഞാൽ അതിലൊരിക്കലും ഡയറക്റ്റായിട്ട് ക്വസ്റ്റ്യൻ വരാറില്ല. നമുക്ക് ഇനിയും പബ്ലിക് എക്സാമിനും ഇതേ ടൈപ്പ് ഒരു ടഫ് ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ പ്രതീക്ഷിക്കാം. ഇതിലെ ലാസ്റ്റ് ക്വസ്റ്റ്യനൊക്കെ തന്നെ നോക്കിയാൽ അറിയാം. കണ്ടില്ലേ, ലാസ്റ്റ് ക്വസ്റ്റ്യനൊക്കെ തന്നെ നമുക്ക് കുറച്ച് കൺഫ്യൂഷൻ തരുന്നതായിരുന്നു, ഈ ലാസ്റ്റത്തെ ക്വസ്റ്റ്യനൊക്കെ തന്നെ. അപ്പം നിങ്ങൾക്ക് എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു കമൻറ്റ് ചെയ്യുക. ഇനി എങ്ങനെയാണ് എൻ്റെ ഭാഗത്തുനിന്ന് ഏതൊക്കെ തരത്തിലുള്ള വീഡിയോസാണ് നിങ്ങൾക്ക് വേണ്ടത് എക്സാമിന് വേണ്ടി? അത് +1കാരായാലും +2കാരായാലും ഹ്യൂമാനിറ്റീസുകാർക്ക് ഏതൊക്കെ തരം വീഡിയോ ആണ്, ഏതൊക്കെ സബ്ജക്റ്റാണ് വേണ്ടത് എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ആ വിധത്തിൽ നമുക്ക് ചെയ്യാം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക.